മുഖ്യമന്ത്രിയെ നിശ്ചയിക്കാൻ കോൺഗ്രസ് തലപ്പത്ത് അതിതീവ്ര ശ്രമം തുടരുന്നു. ഇന്നോ നാളെയോ പ്രഖ്യാപിക്കും. വി.ഡി. സതീശൻ കൊച്ചിയിൽ, രമേശ് ചെന്നിത്തല ഡൽഹിയിൽ തുടരുന്നു. ഫ്ലക്സി യുദ്ധത്തിന് താൽക്കാലിക ശമനം. ഹൈക്കമാൻഡ് എന്ത് തീരുമാനിച്ചാലും അംഗീകരിക്കുമെന്ന് കെ മുരളീധരൻ. സി ജോസഫ് വിജയ് എന്നും நான் உண்மையான நம்பிக்கையும் மாறா பற்றும் கொண்டிருப்பேன் என்றும் விருப்பு வெறுப்பை விலக்கி பலதரப்பட்ட மக்கள் அனைவருக்கும் நேர்மையானதை செய்வேன் என்றும் ஆண்டவன் மீது ஆணையிட்டு உறுதிமொழிகிறேன். ഇനി ചീഫ് മിനിസ്റ്റർ വിജയ് ചെന്നൈ പാർക്ക് ടൗൺ നെഹ്റു സ്റ്റേഡിയത്തിൽ ആവേശോജ്വല സദസ്സിനെ സാക്ഷിയാക്കി സത്യപ്രതിജ്ഞ. ഗവർണർ രാജേന്ദ്ര അർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. 9 മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ ചെയ്തു. ചടങ്ങിൽ പങ്കെടുത്ത് രാഹുൽ ഗാന്ധി. അഭിനന്ദിച്ച് പ്രധാനമന്ത്രി. ഗാർഡ് ഓഫ് ഓണർ നൽകി സെക്രട്ടേറിയറ്റിൽ സ്വീകരണം. சத்யபிரதிக்கு பின்னாலே சினிமா ஸ்டைலில் விஜய். நான் ஒன்றும் தேவதூதன்லாம் கிடையாது. நானும் ஒரு இயல்பான ஒரு வாழ்க்கை வாழ்ற ஒரு சாதாரணமான மனுஷன்தான். நான் முன்னாடியே சொன்ன மாதிரி அது செய்வேன் இது செய்வேன்னு பொய்யான வாக்குறுதிகள்லாம் கொடுத்து உங்களை நான் ஏமாத்த மாட்டேன். இத்தனை கோடி மக்கள் என் கூட இருக்கும் போது எது வந்தாலும் பார்த்துக்கலாம், என்ன வந்தாலும் பார்த்துக்கலாம் அப்படின்ற அந்த கான்பிடன்ஸ் என் மனசுல இருக்கு. മുമ്പുള്ളവർ ഖജനാവ് തൂത്ത് കാലിയാക്കി. ഞാൻ സർക്കാരിന്റെ പണം എടുക്കില്ല, ആരെയും എടുക്കാൻ അനുവദിക്കില്ല. പതിവ് തെറ്റിച്ച് ഉടനടി ആദ്യ ഉത്തരവുകളും പുറത്തിറക്കി. 200 യൂണിറ്റ് വൈദ്യുതി സൗജന്യം. ആന്റി ഡ്രഗ് സ്ക്വാഡും സ്ത്രീ സുരക്ഷാ സേനയും രൂപീകരിക്കും. കേരളത്തിലെ തോൽവിയുടെ കാരണങ്ങളടക്കം ചർച്ച ചെയ്ത് CPM പോളിറ്റ് ബ്യൂറോ ഡൽഹിയിൽ തുടരുന്നു. പ്രതിപക്ഷ നേതാവ് ആരെന്ന തീരുമാനമെടുക്കും. പ്രഖ്യാപനവും ഇന്ന് തന്നെ ഉണ്ടാകും. ജോസ് കെ മാണിയെ വീണ്ടും പാർട്ടിയിലേക്ക് തിരികെ ക്ഷണിച്ച് അപ്പു ജോൺ ജോസഫ്. മാണി സാറിന്റെ പാർട്ടി മടങ്ങി വരണം. കർഷക വിഷയങ്ങളിൽ സർക്കാരിന് വീഴ്ച പറ്റിയാൽ എതിർക്കാൻ പ്രതിപക്ഷത്ത് MLA ഇല്ല. ചെയർമാൻ വാതിൽ അടയ്ക്കും വരെ തുറന്നു കിടക്കും. ധൂർത്തുപുത്രൻ പരാമർശം ജോസിനെ വിഷമിപ്പിച്ചെങ്കിൽ പിൻവലിക്കുന്നുവെന്നും അപ്പു. പുനലൂരിൽ ട്രെയിനിൽ 6 വയസ്സുകാരിയെ പീഡിപ്പിച്ച പ്രതിയെ പിടികൂടാൻ നിർണായകമായത് കൊട്ടാരക്കര സ്വദേശിനിയുടെ ഇടപെടൽ. പ്രതിയുടെ ചിത്രം പകർത്തിയത് കോട്ടത്തല സ്വദേശിനി വീണ. കാട്ടാക്കടയിൽ ബസ് സ്റ്റാൻഡിലേക്ക് യുവതിക്ക് നേരെ ലൈംഗികാതിക്രമണം. അങ്കമാലിയിൽ 16-കാരിയെ വീട്ടിൽ കയറി പീഡിപ്പിച്ച UP സ്വദേശി പിടിയിൽ. രാജ്യത്ത് ഭീകരാക്രമണ മുന്നറിയിപ്പ്. കനത്ത സുരക്ഷാ വലയത്തിൽ ഡൽഹി. ഉത്തരേന്ത്യൻ നഗരങ്ങളിൽ സ്ഫോടനങ്ങൾക്ക് പാക് ഭീകര ശൃംഖല ഷഹസാദ് ഭട്ടി പദ്ധതിയിട്ടെന്ന് രഹസ്യ വിവരം. ലക്ഷ്യമിടുന്നത് BJP ആസ്ഥാന മന്ദിരവും ല്യൂട്ടൻസിലെ സർക്കാർ കെട്ടിടങ്ങളും. ഓൾഡ് ഡൽഹിയിലെ ക്ഷേത്രങ്ങൾക്കും ഭീഷണി. ചാന്ദിനി ചൌക്കിലെ തിരക്കേറിയ സ്ഥലങ്ങൾ പ്രത്യേക നിരീക്ഷണത്തിൽ. കളമശ്ശേരിയിൽ പോത്തിന്റെ ആക്രമണത്തിൽ വയോധികന് ദാരുണാന്ത്യം. മരിച്ചത് കൈപ്പടമുകൾ സ്വദേശി അബു. പോത്ത് കുത്തിയത് ഇന്നലെ വൈകിട്ട് കൃഷിസ്ഥലത്ത് നിന്ന് ഓടിക്കാൻ ശ്രമിക്കുന്നതിനിടെ. ആശങ്ക വർദ്ധിപ്പിച്ച് കാസർഗോഡ് ദേശീയപാതയിൽ വീണ്ടും വിള്ളൽ. മട്ടലായി ശിവക്ഷേത്രത്തിന് സമീപം റോഡ് വിണ്ടുകീറി. വിള്ളൽ കൂടുതൽ ഭാഗങ്ങളിലേക്ക്. പ്രദേശത്ത് ഗതാഗത നിയന്ത്രണം. വ്യാജരേഖകൾ ചമച്ച് അവയവ കച്ചവടം നടത്തിയ കേസിൽ മുഖ്യപ്രതി നജീബ് കല്ലട്ര പിടിയിൽ. അറസ്റ്റ് ഡൽഹിയിലെ ഗാസിയാബാദിൽ നിന്ന്. ഇന്ന് തന്നെ കൊച്ചിയിലെത്തിക്കും. കഴിഞ്ഞ ദിവസം നജീബിന്റെ ഭാര്യ റഷീദിയെയും അറസ്റ്റ് ചെയ്തിരുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.